الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد ألا إن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اتقوا الله عباد الله. സഹോദരങ്ങളെ സഹോദരിമാരെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മൾ കൊണ്ടു നടക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിൻ്റെ സൗന്ദര്യം ശരിക്ക് ആസ്വദിക്കണമെങ്കിൽ ഇതര മതവിശ്വാസാചാരങ്ങളുമായുള്ള ഒരു താരതമ്യം നമ്മുടെ മനസ്സിൽ നടത്തിയാൽ മതി. വളരെ സുന്ദരമായ ഒരാദർശത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തൗഹീദ്, ഏകദൈവ വിശ്വാസം. എത്രമാത്രം സുന്ദരമാണത്. അതുപോലെ തന്നെ ആ അള്ളാഹുവിനെ ആരാധിക്കുന്ന രൂപം, എല്ലാവരും പള്ളിയിൽ വന്ന് നമസ്കരിക്കുന്ന, ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നമസ്കാരത്തിന്റെ രൂപം, നോമ്പ്, സക്കാത്ത്, ഇതൊക്കെ അള്ളാഹു തന്നെ ലോക വിശ്വാസികളെ പഠിപ്പിച്ചെടുത്തതാണ്. 23 കൊല്ലം മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ പ്രവർത്തിച്ചിട്ട് ഇന്ന് കാണുന്നത് പോലുള്ള നമസ്കാരം മക്കയിൽ വെച്ച് നിർവഹിച്ചില്ല. നോമ്പും നോറ്റില്ല, സക്കാത്തും കൊടുത്തില്ല, ഹജ്ജും ചെയ്തില്ല. ഹജ്ജൊക്കെ അവിടെ ഇങ്ങനെ നടക്കുകയാണ്. ഈ പറഞ്ഞ ഇബാദത്തുകളെല്ലാം പൂർവ വേദഗ്രന്ഥങ്ങളിലുള്ളതും അമ്പിയാക്കൾ ചെയ്തതുമാണ്. എന്നിട്ടും റസൂല് ചെയ്തില്ല, ആളുകളോട് ചെയ്യാൻ പറഞ്ഞുമില്ല. നമുക്കറിയാം, ഈസാ നബി അലൈഹിസ്സലാം തൊട്ടിലിൽ വെച്ച് സംസാരിച്ച ആ ഭാഗത്ത് കാണാം, വഔസാനി ബിസ്സലാത്തി വസ്സകാത്തി മാ ദുംതു ഹയ്യ. എന്നോട് അള്ളാഹു നമസ്കരിക്കാനും സക്കാത്ത് കൊടുക്കാനും വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇബ്രാഹിം അലൈഹിസ്സലാം മക്കയിൽ കഅബ ഉണ്ടാക്കിയിട്ട് പ്രാർത്ഥിച്ചത് തന്നെ നമസ്കാരം നിലനിർത്തുന്ന ഒരു സമൂഹം, എൻ്റെ സന്താനങ്ങൾ അങ്ങനെ ആയിത്തീരാൻ വേണ്ടിയാണെന്നാണ്. എന്നിട്ട് പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇന്ന് നമ്മൾ കാണുന്ന നിർവഹിക്കുന്ന നമസ്കാരം നിർവഹിച്ചില്ല. എന്തുകൊണ്ടില്ല? അതിന്റെ കൈഫിയത്ത് വന്നിട്ടില്ല. അതെങ്ങനെ നമസ്കരിക്കണം, എങ്ങനെ നോമ്പ് നോൽക്കണം, എങ്ങനെ സക്കാത്ത് കൊടുക്കണം, എങ്ങനെ ഹജ്ജ് ചെയ്യണം എന്ന രൂപം അള്ളാഹുവിൽ നിന്ന് റസൂലുള്ളാഹിക്ക് വന്നു കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ചെയ്തില്ല. അതുകൊണ്ട് റസൂല് ജനങ്ങളോട് കൽപ്പിച്ചതുമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിങ്കൽ നിന്ന് അതിന്റെ കൈഫിയത്ത് വന്നു കിട്ടിയപ്പോൾ റസൂൽ അത് നിർവഹിച്ചു, ജനങ്ങളോട് നിർവഹിക്കാൻ പറഞ്ഞു, അവർക്ക് കാണിച്ചു കൊടുത്തു. റസൂൽ എങ്ങനെയാണ് നമസ്കാരം പഠിപ്പിച്ചത്? ഇന്ന് നമ്മൾ പഠിപ്പിക്കുന്നത് പോലെ മദ്രസയിൽ വെച്ചോ, അന്ന് മദ്രസ ഇല്ലല്ലോ, കോളേജില്ല, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില്ല,
വായിക്കാൻ പുസ്തകങ്ങളില്ല, ഒന്നുമില്ല. പക്ഷെ 10,000-കണക്കിന് ആളുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട്. അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ സകല വിശ്വാസവും പഠിപ്പിച്ചിട്ടുണ്ട്, എല്ലാ ഇബാദത്തുകളും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഒരു അധ്യാപകനായിട്ടാണ് എന്നെ നിയോഗിക്കപ്പെട്ടത് എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കിന്റെ ആഴിയിലേക്ക് അത്ഭുതകരമായിട്ട് നമുക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയുന്നു. മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരം അവിടത്തേക്ക് നിർബന്ധമാക്കപ്പെടുകയും അത് നിർവഹിക്കേണ്ട രൂപം കാണിച്ചു കൊടുക്കുകയും ചെയ്തപ്പോ 2 ദിവസം ജിബ്രീൽ വന്നു റസൂലിന്റെ അടുത്ത് ഇമാമിക്കാൻ. റസൂലല്ല ഇമാം, ജിബ്രീലാ ഇമാം. ജിബ്രീലിന്റെ നിസ്കാരം കണ്ടിട്ട് റസൂല് നിസ്കരിക്കുന്നു, റസൂലിന്റെ നമസ്കാരം കണ്ടിട്ട് സഹാബാക്കൾ നിസ്കരിക്കുന്നു. അങ്ങനെ ആദ്യത്തെ ദിവസം നമസ്കാരത്തിന്റെ ആദ്യ സമയത്തും രണ്ടാമത്തെ ദിവസം നമസ്കാരത്തിന്റെ അവസാന സമയത്തും ജിബ്രീൽ അലൈഹിസ്സലാം നമസ്കാരം നിർവഹിച്ച് കാണിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് രണ്ടിനടക്കാനുള്ളതാണ് ഓരോ നമസ്കാരത്തിന്റെയും സമയം. ളുഹർ ആദ്യത്തെ ദിവസം ളുഹറിന്റെ ആദ്യത്തെ സമയം നിസ്കരിച്ചു, രണ്ടാമത്തെ ദിവസം അസറിനോട് അടുപ്പിച്ച് നിസ്കരിച്ചു. ഇതിനിടക്കുള്ളതാണ് റസൂലെ സമയം. നമസ്കാരവും പഠിപ്പിച്ചു, അതിന്റെ സമയവും പഠിപ്പിച്ചു. അപ്പൊ ജിബ്രീലിൽ നിന്ന് റസൂലുള്ളാഹി നിസ്കാരം പഠിച്ചു, റസൂലിൽ നിന്ന് സഹാബത്ത് നമസ്കാരം പഠിച്ചു. നിങ്ങൾ അവിടെ കൈകെട്ടണം, ഇവിടെ കൈകെട്ടണം, ഇങ്ങനെ കുനിയണം, അങ്ങനെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞു പഠിപ്പിക്കല്ല, മറിച്ച് റസൂലുള്ളാഹിയെ കണ്ടു പഠിക്കുകയാണ്, പ്രാക്ടിക്കലാണ്. എന്നിട്ട് റസൂലുള്ളാഹി പറഞ്ഞു, സല്ലൂ കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എങ്ങനെ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടുവോ അതുപോലെ നമസ്കരിക്കൂ എന്ന് 10,000-കണക്കിന് സഹാബാക്കൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്നത് കണ്ട് നമസ്കാരം അവരുടെ ജീവിതത്തിലേക്ക് പകർത്തി. സഹാബാക്കളുടെ കാലശേഷം താബിഈങ്ങൾ, അതിലേറെ ലക്ഷക്കണക്കിന് താബിഈങ്ങൾ സഹാബാക്കളുടെ നമസ്കാരം കണ്ട് അതുപോലെ നമസ്കരിച്ചു. തബഉ താബിഈങ്ങളായപ്പോൾ കോടിക്കണക്കിന് മുഅ്മിനീങ്ങൾ അവരുടെ മുൻഗാമികളിൽ നിന്ന് നമസ്കാരം പകർത്തിയെടുത്തു. ഓരോ തലമുറയിലും കോടിക്കണക്കിന് ആളുകൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം പകർത്തിയെടുക്കുന്ന ഒരു രംഗമുണ്ടായി. അതുപോലെ വാചികമായി അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രവർത്തികൾ ഇന്ന രൂപത്തിലായിരുന്നു എന്ന് സഹാബത്ത് താബിഈങ്ങൾക്ക് കൈമാറുന്ന ഹദീസ് ക്രോഡീകരണം വേറൊരു ഭാഗത്ത് നടന്നു. ഈ രൂപത്തിലെല്ലാം വളരെ കൃത്യമായി യാതൊരു പോറലുമില്ലാതെ പഠിപ്പിക്കപ്പെട്ട ഇബാദത്താണ് നമസ്കാരം. നമ്മളവർ നമസ്കാരം പഠിച്ചത് ഉപ്പയുമ്മയെ നിസ്കരിക്കുന്ന കണ്ടിട്ട്, ചിലപ്പോൾ മദ്രസ പോകുന്നതിന്റെ മുമ്പ് നമസ്കാരം തുടങ്ങിയിട്ടുണ്ടാവും. നമ്മൾ അങ്ങനെയല്ലേ, കണ്ടുപഠിക്കുകയാണ്. അങ്ങനെ ലോകത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരം ഇങ്ങനെ കൈമാറിക്കൊണ്ടേയിരിക്കുകയാണ്. യുവാക്കളൊക്കെ റസൂലുള്ളാഹിയുടെ അടുത്ത് പോയത്, പഠിച്ചത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. ഒരു പറ്റം യുവാക്കൾ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പോയി. എന്നിട്ട് അവർ മാലിക് ഇബ്നുൽ ഹുവൈരിസിയാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. അദ്ദേഹം പറയുന്നു, ഞങ്ങൾ കുറെ യുവാക്കൾ റസൂലുള്ളാഹിയുടെ അടുത്ത് പോയി താമസിച്ചു 20 ദിവസം. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു ക്യാമ്പ്, യുവാക്കളുടെ ഒരു ക്യാമ്പ്, റസൂലുള്ളാഹിയിൽ നിന്ന് ദീന് പഠിക്കാൻ. അങ്ങനെ 20 ദിവസം കഴിഞ്ഞപ്പോ ഞങ്ങൾക്ക് വീടുകളിലേക്ക് തിരിച്ചു പോകണമെന്ന ആഗ്രഹം റസൂലുള്ളാഹി മണത്തറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, നിങ്ങൾ പോയിക്കോ, വീടുകളിലേക്ക് പോകൂ, ഇർജിഉ ഇലാ അഹ്ലിക്കും, നിങ്ങൾ വീടുകളിലേക്ക് പോകൂ. എന്നിട്ട് ഫഅഖീമു ഫീഹിം, അവരിൽ നിങ്ങൾ നമസ്കാരം നിലനിർത്തൂ. വഅല്ലിമൂഹും, എന്റെ അടുത്ത് നിന്ന് നിങ്ങൾ പഠിച്ച നമസ്കാരം നിങ്ങൾ അവിടെ പോയി പഠിപ്പിക്കൂ. വമുറൂഹും, നിങ്ങൾ അവരോട് നമസ്കരിക്കാൻ പറയണം, കൽപ്പിക്കണം. നിസ്കാരം പഠിപ്പിച്ചു കൊടുത്താൽ പോരാ, പുരക്കാരോട് നിസ്കരിക്കാൻ പറയണം. യുവാക്കളോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറയും, വസല്ലൂ കദാ ഫീ ഹീനി കദാ, ഇന്ന നമസ്കാരം ഇന്ന സമയത്ത് നമസ്കരിക്കുവീൻ. വസല്ലൂ കദാ ഫീ ഹീനി കദാ, ഇന്ന നമസ്കാരം ഇന്ന സമയത്ത് നമസ്കരിക്കുവീൻ എന്ന് പറഞ്ഞ് റസൂലുള്ളാഹി അതിന്റെ സമയം പഠിപ്പിച്ചു കൊടുത്തു.
എന്നിട്ട് റസൂല് പറഞ്ഞു ഫൈദാ ഹളറത്തുസ്സലാ, നമസ്കാരത്തിന്റെ സമയമായാൽ ഫല്യുഅദ്ദിൻ ലക്കും അഹദുക്കും, നിങ്ങളിൽപ്പെട്ട ഒരാൾ ബാങ്ക് കൊടുക്കട്ടെ. എല്ലാവരും ബാങ്ക് കൊടുക്കണ്ട. ബാങ്ക് എന്ന് പറയുന്നത് കിഫായയാണ്, ഒരു സാമൂഹിക ബാധ്യതയാണ്, ഓരോരുത്തരും ചെയ്യേണ്ട സംഗതിയല്ല. ഫല്യഉമ്മക്കും അക്ബറുക്കും, നിങ്ങളുടെ കൂട്ടത്തിൽ വലിയവർ, അവർ ഇമാമ് നിൽക്കട്ടെ. ഇമാം ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. ആ ഹദീസ് ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതിൽ കാണാം വസല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ എപ്രകാരമാണോ നമസ്കരിക്കുന്നതായി നിങ്ങൾ കണ്ടത്, നിങ്ങൾ അപ്രകാരം നമസ്കരിക്കുകയും. ഒരു പറ്റ യുവാക്കളോടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് പറയുന്നത്. അവരുടെ ആ ക്യാമ്പിൽ റസൂലുള്ളാഹിയുടെ കൂടെ അവർ താമസിച്ചതിൽ അവരതിനെ വിശദീകരിക്കുന്നുണ്ട്. മഹാനായ റസൂലുള്ളാഹി റഹീമുൻ റഫീഖുൻ, എന്തൊരു കാരുണ്യമാണ്, എന്തൊരു നല്ല പെരുമാറ്റമാണ്. ഇത്രയും വലിയ അധ്യാപനം ലോക മുസ്ലിമീങ്ങളെ പഠിപ്പിച്ചെടുക്കാനുള്ള പരിശുദ്ധമായ നമസ്കാരവും നോമ്പും സക്കാത്തും ഹജ്ജും എല്ലാ ഇബാദത്തുകളും വിശ്വാസവും സൽസ്വഭാവവും മുഴുവൻ പഠിപ്പിച്ചിട്ടും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരെയും അടിച്ചിട്ടില്ല, ശകാരിച്ചിട്ടില്ല, ചീത്ത പറഞ്ഞിട്ടില്ല. സൗമ്യമായി കാരുണ്യത്തോടുകൂടി വളരെ വ്യക്തമായി മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് ചെയ്തത്. ഇമാമിയങ്ങളും അത് തന്നെയാ പറയുന്നത്. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ റിസാല എന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്, ഫഫറദല്ലാഹു അസ്സ വജല്ല അലന്നാസി ഇത്തിബാഅ വഹീഹി വസുനന റസൂലിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങൾക്ക് നിർബന്ധമാക്കിയത് റസൂലുള്ളാഹിയുടെ വഹ്യ് സ്വീകരിക്കലാണ്, അഥവാ ഖുർആൻ അനുസരിച്ച് ജീവിക്കലാണ്. വസുനന റസൂലിഹി, റസൂലുള്ളാഹിയുടെ ചര്യ ജീവിതത്തിലേക്ക് പകർത്തലാണ്. അല്ലാതെ ഇന്ന ഇമാമ് ഇന്ന പണ്ഡിതൻ എങ്ങനെ ചെയ്തു എന്ന് നോക്കിയിട്ട് ചെയ്യലല്ല, റസൂൽ എങ്ങനെ ചെയ്തു എന്ന് നോക്കിയിട്ട് ചെയ്യലാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയുകയാണ്, മഹാനായ റസൂലുള്ളാഹിയെ പിൻപറ്റിക്കൊണ്ട് ഇബാദത്തുകൾ മനസ്സിലാക്കാൻ വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല എത്രയോ ആയത്തുകൾ പറഞ്ഞതായി കാണാൻ കഴിയും. അല്ലാഹു പറയുന്നു, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളോട് അല്ലാഹു തആല എത്രമാത്രം ഔദാര്യമാണ് അവർക്ക് ചെയ്തത്, എത്ര വലിയ ഗുണമാണ് മുഅ്മിനീങ്ങൾക്ക് അല്ലാഹു തആല ചെയ്തത്. എന്തുകൊണ്ട്? ഇത് ബഅസഫീഹിം റസൂല, അവർക്കൊരു റസൂലിനെ പറഞ്ഞയച്ചു കൊടുത്തു. മിൻ അൻഫുസിഹിം, അവരുടെ കൂട്ടത്തിൽ നിന്നു തന്നെ. എന്താണ് ആ റസൂലിന്റെ പ്രത്യേകത? യത്ലു അലൈഹിം ആയാതിഹി, അല്ലാഹുവിന്റെ ആയാത്തുകൾ ഓതിക്കൊടുക്കുകയാണ്. വയുസക്കീഹിം, അവരെ സംസ്കരിക്കുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, അവർക്ക് ഖുർആനും സുന്നത്തും പഠിപ്പിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ളാഹിയുടെ ചര്യയും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനും വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അവർക്കിതൊന്നും അറിയാത്ത അവസ്ഥയിലായിരുന്നു അവർ നേരത്തെ ഉണ്ടായിരുന്നത്, വ്യക്തമായ വഴികേടിലായിരുന്നു. അതിനെല്ലാം പരിഹാരമായി ഒരു റസൂലിനെ പറഞ്ഞയക്കുകയും ആ റസൂൽ വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയും ആ ഖുർആനിന്റെ പ്രായോഗിക രൂപം മനസ്സിലാക്കി കൊടുക്കുകയുമെല്ലാം ചെയ്ത ഒരു പ്രവാചകനെ അയക്കുക വഴി എത്ര വലിയ അനുഗ്രഹമാണ് സത്യവിശ്വാസികൾക്ക് അല്ലാഹു ചെയ്തിരിക്കുന്നത് എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല നമ്മോട് പറഞ്ഞു തരികയാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ത്യാഗോജ്ജലമായ പ്രവർത്തനം കൊണ്ട് ഒരു നമസ്കാരമോ ഒരു നോമ്പോ ഒരു ഹജ്ജോ ഒരു സക്കാത്തോ ഇതുപോലുള്ള കർമ്മരൂപങ്ങൾ മാത്രമല്ല പഠിപ്പിച്ചത്, മറിച്ച് ഇസ്ലാം പൂർണ്ണമായി പഠിപ്പിച്ചു. അള്ളാഹു അംഗീകരിച്ചു. അള്ളാഹു പറഞ്ഞു വിശുദ്ധ ഖുർആനിൽ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും, ഇന്നിതാ ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ദീന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു. ഖുർആൻ ഇറക്കി തീർത്ത് തന്നിരിക്കുന്നു എന്നല്ല, ഞാൻ നിങ്ങൾക്ക് ഖുർആൻ ഇറക്കി തീർത്ത് തന്നിരിക്കുന്നു എന്നതല്ല, ദീന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു എന്ന ആ പ്രയോഗം നല്ലോണം ശ്രദ്ധിക്കണം. വിശുദ്ധ ഖുർആൻ അനുസരിച്ച് എങ്ങനെ ജീവിക്കണം, എന്താണ് പരിശുദ്ധ ദീനുൽ ഇസ്ലാം, അതിന്റെ പ്രായോഗിക രൂപം ഇനി വേറെ എവിടെന്നും വേണ്ട, അതിവിടെ പൂർണ്ണമായി കഴിഞ്ഞു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹ ലം യബ്അസ്നി മുഅന്നിതൻ വലാ മുതഅന്നിതൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ഒരു ഗൗരവം കൂട്ടുന്ന വ്യക്തിയായി, അല്ലെങ്കിൽ ആളുകളുടെ കുറ്റവും കുറവും കണ്ടുപിടിക്കുന്ന, അവരെ ശകാരിക്കുന്ന,
അവരെ ആക്ഷേപിക്കുന്ന ഒരു വ്യക്തിയായി നിയോഗിച്ചിട്ടില്ല. വലാകിൻ ബഅസനി മുഅല്ലിമൻ മുയസ്സിറ, വളരെ എളുപ്പമുള്ള വളരെ നല്ല രീതിയിൽ ആളുകളെ പഠിപ്പിക്കുന്ന ഒരാളായിട്ടാണ് എന്നെ അല്ലാഹു തആല നിയോഗിച്ചതെന്ന് ഇമാം മുസ്ലിം നിവേദനം ചെയ്ത ഹദീസിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ കഴിയും. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു 10 വർഷം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഖിദ്മത്ത് ചെയ്ത അനുഭവം നമ്മൾ പലപ്പോഴും കേട്ടതാണ്. ആ സംഭവം വിവരിക്കവേ അനസ് റളിയല്ലാഹു അൻഹു പറയാറുണ്ട്, ഫവല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, മാ ഖാല ലി ഉഫ്ഫിൻ ഖത്തു, എന്നോട് റസൂലുള്ളാഹി ഛേ എന്ന് പറഞ്ഞിട്ടില്ല. എങ്ങനെ സാധിച്ചു എന്ന് നമുക്ക് ആലോചിക്കാൻ തന്നെ പറ്റുന്നില്ല. നമുക്കൊക്കെ മക്കളില്ലേ? നമ്മൾ അവരെയൊക്കെ അധ്യാപനം നടത്താറില്ലേ? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും ഛേ എന്ന ഒരു വാക്ക് എന്നോട് പറഞ്ഞിട്ടില്ല. വലാ ഖാല ലി ലിശൈഇൻ ഫഅൽതുഹു, ഞാൻ ചെയ്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് ലിമ ഫഅൽത കദാ, എന്തേ അനസേ നീ അങ്ങനെ ചെയ്തു എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. വലിശൈഇൻ ലം അഫ്അലുഹു, ഞാൻ ചെയ്യാത്ത ഒരു കാര്യത്തെ സംബന്ധിച്ച് അലാ ഫഅൽത കദാ, ഇന്ന കാര്യം നീ ചെയ്തില്ല അനസേ എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. അതൊന്നും ചോദിക്കാതെ എന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദീൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ ശൈലി? മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ട്രെയിനിങ് കോഴ്സിനും പോയിട്ടില്ല. അല്ലാഹു മുഅല്ലിമാക്കിയതാണ് മഹാനായ റസൂലിനെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെടുത്തു. മുആവിയത്ത് ഇബ്നുൽ ഹക്കം ഒരു ദിവസം മദീനത്തെ പള്ളിയിൽ വന്നു നിസ്കരിക്കാൻ വന്നതാണ്. ആദ്യകാലത്തെ സ്വഹാബാക്കളുടെ നമസ്കാരത്തിന്റെ ഹദീസൊക്കെ വായിച്ചു നോക്കിയാൽ ഹദീസ് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് അപാകതകൾ അവരുടെ നമസ്കാരത്തിൽ ഉണ്ടായിരുന്നു. കാരണം അവർ തുടക്കക്കാരല്ലേ. കൃഷി സ്ഥലത്ത് നിന്ന് ഷഹാദത്ത് കലിമയും ചൊല്ലി പള്ളിയിൽ വന്ന് നമസ്കരിച്ചാൽ എങ്ങനെ ഉണ്ടാകും? മദ്രസ കണ്ടിട്ടില്ല, ദീനീ വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, ആദ്യമായിട്ട് പള്ളിയിൽ വരികയല്ലേ, പലതും ഉണ്ടാകും. അങ്ങനെ മുആവിയത്ത് ഇബ്നുൽ ഹക്കം പള്ളിയിൽ വന്നു. നമസ്കരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരാൾ തുമ്മി അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞപ്പോ തുമ്മിയത് കേട്ടപ്പോ മുആവിയത്ത് ഇബ്നുൽ ഹക്കം പറഞ്ഞു യർഹമുക്കല്ലാഹ്, നിസ്കാരത്തിലാണ്. അടുത്തുള്ള സഹാബാക്കൾ ഇദ്ദേഹത്തിനെ നോക്കാൻ തുടങ്ങി. ഒരാൾക്ക് ഒരു അബദ്ധം പറ്റിയാൽ നോക്കരുത് എന്നുള്ളത് കൂടെയുള്ള സഹാബാക്കൾക്ക് അറിയില്ല. നമസ്കാരത്തിന് കണ്ണിക്കാരാണ്. അങ്ങനെ എല്ലാവരും നോക്കുന്നുണ്ട് എന്ന് കണ്ടപ്പോ മുആവിയ പറഞ്ഞു വാസുക്കല ഉമ്മിയ, നമ്മുടെ നാടൻ ശൈലി പറഞ്ഞ എൻ്റെ ഉമ്മോ, ഇതെന്താ എല്ലാരും കൂടി എന്നെ നോക്കുന്ന മാശഅനുക്കും തൻദുറൂന ഇലയ്യ, അദ്ദേഹം സംസാരിക്കുക, നിങ്ങളെന്താ എല്ലാവരും കൂടി എന്നെ നോക്കുന്നു എന്ന് ചോദിച്ചപ്പോ അവരൊക്കെ കാലിന്റെ തുടക്കടിച്ച് ശബ്ദം ഉണ്ടാക്കി. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നോട് മിണ്ടരുതെന്ന് പറയാണ്. ഞാൻ മിണ്ടാതിരുന്നു. അങ്ങനെ നമസ്കാരം കഴിഞ്ഞപ്പോ മുആവിയ പറയാ മാ റഅയ്തു മുഅല്ലിമൻ ഖബലഹു വലാ ബഅദഹു, അല്ലാഹുവിന്റെ റസൂലിനെ പോലുള്ള ഒരു അധ്യാപകനെ അതിന് ശേഷമോ അതിന് മുമ്പോ ഞാൻ കണ്ടിട്ടില്ല. അഹ്സന തഅലീമൻ മിൻഹു, ഇത്ര നല്ലൊരു അധ്യാപകൻ. ഫവല്ലാഹി മാ ഖഹറനി, എന്നെ അദ്ദേഹം ആട്ടിയിട്ടില്ല. വലാ ലറബനി, എന്നെ അടിച്ചിട്ടില്ല. അതുപോലെ വലാ ശതമനി, എന്നെ ചീത്ത പറഞ്ഞിട്ടില്ല. ഖാല റസൂലുള്ളാഹി പറഞ്ഞു മുആവിയ ഇന്ന ഹാദിഹി സ്വലാ, ഈ നമസ്കാരമില്ലേ, ലാ യസ്ലുഹു ഫീഹാ ശൈഉൻ മിൻ കലാമിൻ നാസ്, ജനങ്ങളുടെ സംസാരമൊന്നും പറ്റൂല ഈ നമസ്കാരത്തില്. ഇന്നമാ ഹുവ തസ്ബീഹ് വതക്ബീർ വഖിറാഅത്തുൽ ഖുർആൻ, ഖുർആൻ ഓതലും അല്ലാഹു അക്ബറും സുബ്ഹാനല്ലാഹും ഇതൊക്കെയുള്ളതല്ലേ മുആവിയ, ജനങ്ങളുടെ സംസാരമൊന്നും പറ്റൂലട്ടോ എന്ന് പറഞ്ഞു പഠിപ്പിച്ച മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം നമുക്ക് കാണാൻ കഴിയും. ഒരു അമിതമായ ഗൗരവം അതൊന്നുമില്ല നമസ്കാരത്തിന്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിക്കുന്ന സമയത്ത് തന്നെ കുട്ടിയെ എടുത്തിട്ട് നമസ്കരിച്ചിട്ടുണ്ട്. സൈനബിയുടെ മകൾ ഉമാമയെ എടുത്തിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമസ്കരിച്ചത് സുജൂദ് പോകുമ്പോൾ അവിടെ വെക്കും, എഴുന്നേറ്റ് പോകുമ്പോൾ എടുക്കും. അങ്ങനെ നമസ്കരിച്ചത് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇമാം മുസ്ലിം ആ ഹദീസ് ഉദ്ധരിക്കുമ്പോ പറഞ്ഞത് റസൂൽ പള്ളിയിൽ ഇമാമിക്കുമ്പോഴാണ് അത് ചെയ്തത്. അപ്പൊ സുന്നത്ത് നിസ്കാരത്തിൽ പോലും അല്ല. അപ്പോൾ ഇതുപോലുള്ള നമസ്കാരത്തിൽ അനുവദനീയമായ കാര്യങ്ങളും ചില സന്ദർഭങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി പഠിപ്പിക്കുന്നതായി കാണാൻ കഴിയും. സഹാബാക്കൾ പറയുന്നു അവരുടെ ആദ്യകാല പ്രവർത്തനങ്ങൾ, ഞങ്ങൾ നിസ്കരിക്കാൻ നിന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറയാറുണ്ടായിരുന്നു. യുകല്ലിമു അഹദുനാ സാഹിബഹു ബിഹാജതിഹി,
ഹത്താ നസലത്. ഞങ്ങള് അടുത്തുള്ള ആളോട് ആവശ്യങ്ങളൊക്കെ പറയും, ഒന്ന് അങ്ങോട്ടേക്ക് അല്ലെ അടുത്ത് നിൽക്ക് എന്നൊക്കെ നമസ്കാരത്തിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട് തുടക്കത്തിൽ. അങ്ങനെയാണ് ആയത്തിറങ്ങുന്നത്, ഹാഫിദു അല സലവാത്തി വസ്സലാത്തിൽ വുസ്താ. നിങ്ങൾ നമസ്കാരം കൃത്യമായി സൂക്ഷിച്ചു ചെയ്യണം. അതുപോലെ തന്നെ അസർ നമസ്കാരത്തിന്റെ കാര്യത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. വഖൂമൂ ലില്ലാഹി ഖാനിതീൻ. നിങ്ങൾ ഭക്തിയോടുകൂടി നമസ്കരിക്കണം. ഈ ആയത്തിറങ്ങിയപ്പോൾ ഫഉമിർനാ ബിസ്സുകൂതി വനുഹീനാ അനിൽ കലാം, മിണ്ടാതിരിക്കാൻ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടു. മുത്തഫഖുൻ അലൈഹിയായ ഇമാം ബുഖാരിയും മുസ്ലിമും നിവേദനം ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇങ്ങനെ ഘട്ടം ഘട്ടമായി നമസ്കാരത്തിന്റെ ഓരോ ഘടകവും മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ പഠിപ്പിച്ചെടുത്തതിന്റെ ഭാഗമായി കൃത്യമായി ഇന്നും ലോകത്ത് നമസ്കാരം നിലനിൽക്കുകയാണ്. ഇന്ന് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് നമസ്കാരം പഠിക്കാനല്ല ആളുകൾ ശ്രമിക്കുന്നത്, മറിച്ച് ആ നമസ്കാരത്തിൽ പലതും കടത്തിക്കൂട്ടിയിട്ട് നമസ്കാരത്തിനില്ലാത്തത് നമസ്കാരത്തിന്റെ കൂടെ ചേർത്ത് നമസ്കാര ശേഷവും അതിന്റെ രംഗങ്ങളെല്ലാം വികൃതമാക്കി കൊണ്ട് നടക്കാനാണ് ശ്രമിക്കുന്നത്. അത്തരം ആളുകളോട് നിങ്ങൾ റസൂലുള്ളാഹിയുടെ നമസ്കാരത്തിലേക്ക് വരൂ എന്ന് പറയുമ്പോ അവർക്കൊരു പുച്ഛമാണ്. അവർ മുൻഗാമികൾ ചെയ്തത് അന്ധമായി അനുകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരവസ്ഥയാണ്. നമുക്കറിയാം, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വെറും 10 കൊല്ലം കൊണ്ട് എന്ന് പറയാം മദീനയിൽ വെച്ചല്ല ഇബാദത്ത് പഠിപ്പിക്കുന്നത്. മക്കയിൽ വെച്ച് നളരിയാത്ത് വിശ്വാസ കാര്യങ്ങൾ ബുദ്ധിപരമായി ആലോചിച്ച് മനസ്സിലാക്കി ഉൾക്കൊള്ളാനുള്ള സംഗതികൾ അതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചതെങ്കിൽ ആ വിശ്വാസം അനുസരിച്ചുള്ള ഇബാദത്ത് അതിന്റെ രൂപം മദീനയിൽ വെച്ചാണ് റസൂലുള്ളാഹി പഠിപ്പിച്ചത്. ഒരു 10 കൊല്ലം കൊണ്ട് ഇസ്ലാമിലെ സകല ഇബാദത്തുകളും അതിന്റെ പൂർണ്ണ രൂപത്തിൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതുവരെ അത് കാണാത്ത ഒരു ജനവിഭാഗത്തെ പഠിപ്പിച്ചെടുത്തു. ചെറിയ മക്കളുണ്ട്, മുതിർന്നവരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, എല്ലാവിധ സ്വഭാവക്കാരും ഉണ്ട്. അവരെ എല്ലാം റസൂലുള്ളാഹി പഠിപ്പിച്ചെടുത്തു. എന്നിട്ടും ഇന്ന് നമസ്കാരത്തിന്റെ ശേഷമുള്ള ദിക്ർ ചൊല്ലുന്നത് 60 കൊല്ലം കഴിഞ്ഞിട്ടും പഠിക്കാത്ത ആളുകളില്ലേ? പള്ളികളിൽ കയറി നോക്കിയാൽ അറിയാം, ഇമാമ് തിരിഞ്ഞിരുന്നിട്ട് ചൊല്ലിക്കൊടുക്കും സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. അവരോട് ചോദിച്ചാൽ എന്തേ നിങ്ങൾ ഇങ്ങനെ ഉറക്കെ ചൊല്ലിക്കൊടുക്കുന്നത്? ഇത് പതുക്കെ പറയാനുള്ളതല്ലേ? അത് ജനങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് സ്വകാര്യമായി ചൊല്ലാനുള്ളത് ഉറക്കെ ചൊല്ലുന്നത്. അള്ളാഹുവിന്റെ റസൂലോ സ്വഹാബാക്കളോ ആരും കാണാത്ത, അവർക്കൊന്നും പരിചയമില്ലാത്ത, മദ്ഹബിന്റെ ഇമാമുമാർക്കറിയാത്ത, ഒരു കിതാബിലും ഇല്ലാത്ത അഫ്ളൽ ദിക്റും നമസ്കാരത്തിന് ശേഷം ചൊല്ലിക്കൊടുക്കുന്നത് നമ്മൾ ഇന്ന് കേൾക്കാറില്ലേ? ഇമാം വിളിച്ചറിയ അഫ്ളൽ ദിക്ർ, എന്നിട്ട് എല്ലാവരും കൂടി 10 ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലും. നമസ്കാര ശേഷമുള്ള ദിക്റുകളിൽ ആര് പഠിപ്പിച്ചതാണിത്? റസൂലുള്ളാഹി പഠിപ്പിച്ചില്ല, സ്വഹാബാക്കൾക്ക് അത് പരിചയമില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് വളരെ പുണ്യമായ ദിക്റാണ്. പക്ഷേ അത് നമസ്കാര ശേഷം സുബ്ഹാനല്ലാഹ് പറയും പോലെ, അൽഹംദുലില്ലാഹ് പോലെ, അല്ലാഹു അക്ബർ പോലെ അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ച അല്ലാഹുമ്മ അൻതസ്സലാം വ മിൻകസ്സലാം തബാറകത യാദൽ ജലാലി വൽ ഇക്റാം പോലുള്ള ദിക്റുകളുടെ കൂട്ടത്തിൽ ഒന്നും നമുക്കിത് കാണാൻ കഴിയില്ല. പക്ഷേ അത് വേണ്ട എന്ന് പറഞ്ഞാലോ പറ്റൂല. അള്ളാന്റെ റസൂലിന്റെ നിസ്കാരം ഒന്നുമല്ല വേണ്ടത്, റസൂലുള്ളാഹിയുടെ സ്നേഹമോ അത് പറഞ്ഞാൽ വല്ലാത്ത സ്നേഹമാണ്. ഈ രൂപത്തിലാണ് സമൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് ഒരാൾ ദുആ ചെയ്യും, ഇമാമ ദുആ ചെയ്യും, എല്ലാവരും ആമീൻ പറയും. അതെന്തോ ഒരു വലിയ പുണ്യകാര്യമാണ്, നമസ്കാരത്തിൽ ചെയ്യേണ്ട ഒരു സംഗതിയാണ് നമസ്കാര ശേഷം എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഷാഫി മദ്ഹബിലെ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ മുഴുവൻ പരിശോധിച്ചാലും ഒരൊറ്റ കിതാബിലും ഇമാമ ദുആ ചെയ്തിട്ട് മഅ്മൂമുകൾ ആമീൻ പറയണമെന്ന ഒരു വ്യവസ്ഥ, ആ ഒരു ചര്യ എവിടെയും നമുക്ക് കാണാൻ കഴിയില്ല. ഇമാമുകൾ ആരും ചെയ്തിട്ടില്ല, സ്വഹാബത്ത് ചെയ്തില്ല, താബിഈങ്ങൾ ചെയ്തില്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും ചെയ്തില്ല. പക്ഷെ പള്ളികളിൽ അതാണ് വേണ്ടത് എന്ന് നിശ്ചയിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ചിരിക്കുകയാണ്. അള്ളാന്റെ റസൂല് ചെയ്തത് പള്ളിയിൽ പറ്റൂല എന്ന രൂപമാണ് ആളുകൾക്ക് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് ഇബാദത്തിന്റെ കൈഫിയത്ത്, അതിന്റെ രൂപം ചർച്ച ചെയ്യപ്പെടേണ്ടി വരുന്നത്, നമ്മൾ മനസ്സിലാക്കേണ്ടി വരുന്നത്. അങ്ങനെ ആർക്കും പ്രയാസമില്ലാത്ത വളരെ സുന്ദരമായ ദീനിന്റെ ഇസ്സത്തും സൗന്ദര്യവും നിലനിർത്താൻ പരിശ്രമിക്കുകയാണ് നമ്മൾ വേണ്ടത്. അതാണ് നമ്മുടെ ബാധ്യത. അല്ലാഹു
അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വഅസ്തഗ്ഫിറുല്ലാഹൽ അദീമ ലി വലക്കും വഅസ്തഗ്ഫിറുഹു അന്നി വഅൻകും വഅൻ ജമീഇൽ മുസ്ലിമീന വൽ മുഅ്മിനീന അജ്മഈന ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ് ഉസൈക്കും ഇബാദല്ലാഹി വഇയ്യായ ബിത്തഖ്വല്ലാഹ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ ശ്രമിക്കണമെന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഖിയാമത്ത് നാൾ വരെ തുടർച്ചയായി എല്ലാ ദിവസവും എല്ലാ വഖത്തിലും പഠിപ്പിക്കപ്പെടേണ്ട ഇബാദത്താണ് നമസ്കാരം. ഓരോ വഖത്തിലും പഠിപ്പിക്കണം. കാരണം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയേറെ കണിശമായി നമസ്കാരം പഠിപ്പിച്ചിട്ടും ഓരോ വഖത്തിലും റസൂലുള്ളാഹി തിരിഞ്ഞുക്കും, കേക്കോട്ട് ജനങ്ങളുടെ നേരെ തിരിഞ്ഞുക്കും, എന്നിട്ട് സഫ് ശരിയാക്കി. അങ്ങനെ സഫ് ശരിയാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം ഭരണം നടത്തിയ ചില സ്വഹാബത്ത് സഫിന്റെ അങ്ങേ തലക്കും ആളെ നിർത്താൻ തുടങ്ങി. ഇത് നേരെയാണോ എന്ന് പരിശോധിക്കാൻ. അത്രയും ഗൗരവത്തിലെടുത്ത വിഷയം. എല്ലാ ദിവസവും പറഞ്ഞാലും അത് പാലിക്കപ്പെടാതിരിക്കാൻ സാധ്യതയുണ്ട് എന്ന നിലക്കാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്യുന്നത്. കാരണം ഇത് ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയല്ല. സഫ് നേരെയാക്കാൻ ഒരാൾ ശ്രമിച്ചാൽ നടക്കൂല. എല്ലാവരും ശ്രമിക്കണം. എല്ലാവരും ഒരുപോലെയാകില്ല. അതുകൊണ്ടാണ് എല്ലാ ദിവസവും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 5 നേരം ഇതിന് പരിശ്രമിച്ചത്. കാലോട് ചേർന്ന് നിൽക്കണം, ചുമലോട് ചേർന്ന് നിൽക്കണം. അത് നമസ്കാരത്തിന്റെ സൗന്ദര്യമാണ്. ആ സൗന്ദര്യം റസൂലുള്ളാഹി ഇടയ്ക്കിടയ്ക്ക് ഊന്നിപ്പറയാറുണ്ടായിരുന്നു. അത് കണ്ടാൽ നമുക്കും അത്ഭുതകരമായി തോന്നുന്ന സംഗതിയല്ലേ. ഹറമിലുള്ള നമസ്കാരമൊക്കെ കാണുമ്പോ എന്താണ് അതിന്റെ ഒക്കെ സൗന്ദര്യം. എല്ലാ ആളുകളും ചേർന്നിങ്ങനെ നിൽക്കുകയാണ്. കൂട്ടത്തിൽ രാജാവുണ്ട്, പ്രജയുണ്ട്, പണ്ഡിതനുണ്ട്, പാമരനുണ്ട്, പണക്കാരനുണ്ട്, പണിക്കാരനുണ്ട്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ആളുകളും ഉണ്ട്. ഒരൈറ്റോയില്ല, ഒരു തൊട്ടുകൂടായ്മയില്ല. ചേർന്ന് നിൽക്കുകയാണ്. അങ്ങനെ ചേർന്ന് നിന്നിട്ട് ഒരാൾ റുക്കോയിൽ പോകുന്നത് പോലെ, ഇഅ്തിദാൽ ചെയ്യുന്നത് പോലെ എല്ലാവരും ഒന്നിച്ച് ചെയ്യുന്ന ആ രംഗം എന്തൊരു ആനന്ദമാണത് കാണാൻ. അങ്ങനെ ചെയ്യാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിക്കും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സഫിൽ ഭിന്നിക്കുകയാണെങ്കിൽ, അങ്ങനെ ഭിന്നിച്ചു പോയാൽ നിങ്ങളുടെ ഹൃദയങ്ങൾ പരസ്പരം ഭിന്നിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതെ, ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ഹൃദയത്തെ സാരമായി ബാധിക്കുമെന്ന് പഠിപ്പിക്കുകയാ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിപ്പോ ഒരു സൂറത്ത് കാണാതെ പഠിക്കണമെങ്കിൽ നമ്മൾ എന്താ ചെയ്യാ? നാവുകൊണ്ട് കുറെ സമയം അതിങ്ങനെ ഉരുവിടും. ശരീരത്തിന്റെ ഒരു അവയവമാണ് നാവ്. നാവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ അത് ഹൃദയത്തിൽ അങ്ങ് പിടിക്കും. അങ്ങനെയാണല്ലോ ഹിഫ്ളാക്കാറുള്ളത്. ഖുർആൻ ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുകയല്ലേ. അപ്പൊ ശരീരത്തിന്റെ പ്രവർത്തനങ്ങൾ ആവർത്തിച്ചുണ്ടായിക്കൊണ്ടിരുന്നാൽ അതിന്റെ പ്രതിഫലനം മനുഷ്യന്റെ മനസ്സിലുണ്ടാകും. ഇതേ അവസ്ഥയാണ് നമസ്കാരത്തിലും. നമസ്കാരത്തിന്റെ സഫ് അത് വളരെ കൃത്യമായി ഉണ്ടായിരിക്കണമെന്ന് ഖുർആൻ തന്നെ സൂചിപ്പിച്ചതല്ലേ. ഒരു കെട്ടിടം പോലെ അടിയുറച്ച ഒരു സഫായിരിക്കണം സഫ് എന്ന് യുദ്ധമുഖത്ത് അതിനോട് താരതമ്യം ചെയ്തുകൊണ്ടാണ് നമസ്കാരത്തിന്റെ സഫിനെയും പഠിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. വളരെ കൃത്യമായ അണികളായിരിക്കണം നിങ്ങളുടെ അണികൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലപ്പോഴും ഊന്നി പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അത് നമ്മൾ പാലിച്ചേ പറ്റൂ. കൃത്യമായ ഒരു സഫ് സംവിധാനം നമുക്ക് നമ്മുടെ പള്ളിയിൽ ഉണ്ടായിരിക്കണം. അതുപോലെ നമസ്കാര ശേഷം സുന്നത്ത് നമസ്കരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും എഴുന്നേറ്റ് സുന്നത്ത് നിസ്കരിക്കുക. മുന്നിൽ നിസ്കാരം കഴിഞ്ഞ് പോകുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുക പറ്റൂല. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത് ഒരു മറ വേണം നിസ്കരിക്കാൻ. എവിടെ നമ്മൾ നിസ്കരിക്കുകയാണെങ്കിലും മറയുടെ അടുത്ത് പോയി നിന്ന് നിസ്കരിക്കണം. എന്തിനാണത്? മറ്റാർക്കും നമ്മുടെ നമസ്കാരം കൊണ്ട് ശക്തി ഉണ്ടാകരുത്. നമ്മൾ അള്ളാഹുവുമായി സംഭാഷണം നടത്തുമ്പോ മുന്നിലൂടെ ഒരാൾ നടന്നു പോയാൽ അത് കുറ്റാണ്, വലിയ കുറ്റാണ്, ചെറിയ കുറ്റല്ല. ഒരു വലിയ കുറ്റാണത്.
കാരണം ഒരു കാര്യപ്പെട്ട ആളുമായിട്ട് നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കൂടി വേറൊരാൾ നടന്നു പോയാൽ അത് എത്ര വലിയ മോശമായിട്ടാണ് ദുനിയാവിന്റെ കാര്യത്തിൽ തന്നെ നമ്മൾ കാണുന്നത്. പിന്നെയാണോ അള്ളാഹുവുമായി സംഭാഷണം നടത്തുന്നതിന്റെ ഇടയിൽ മുന്നിൽ കൂടി നടന്നു പോകുക എന്ന് പറയുന്നത്? അതുകൊണ്ട് ഒരിക്കലും നടക്കാൻ പാടില്ല. ആ നടക്കാൻ സാധ്യതയുള്ള വിധത്തിൽ നമസ്കരിക്കാനും പാടില്ല. ഒരു മറയുടെ അടുത്ത് പോയിട്ട് വേണമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അങ്ങനെ നിസ്കരിക്കാൻ യാതൊരു ചാൻസും ഇല്ല, മറയൊന്നും കിട്ടുന്നില്ല, വേണ്ട, വീട്ടിൽ പോയിട്ട് നിസ്കരിക്കാലോ. ഇത് പള്ളിയിൽ തന്നെ നിസ്കരിക്കണമെന്ന് നിർബന്ധമുള്ള നിസ്കാരമൊന്നുമല്ല ഈ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, പള്ളിയിൽ വെച്ച് അത്യാവശ്യം ചില ആഴ്ചകളിൽ കളക്ഷന്റെ കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. ചില ആളുകൾക്കൊക്കെ അത് ബുദ്ധിമുട്ടാണ് എന്ന് മനസ്സിലായിട്ടുമുണ്ട്. അതായത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തത് കൊണ്ട് പറയുകയാണ്. നിർബന്ധപൂർവം ആരും ഒരു കളക്ഷനും പൈസ കൊടുക്കേണ്ടതില്ല. മറിച്ച് ഇവിടെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാകുന്നത് തന്നെ വളരെ അത്യാവശ്യമായ കേസ്, തള്ളിക്കളയാൻ കഴിയാത്ത കേസ് വരുന്ന സമയത്താണ്. വരുന്നതൊക്കെ സ്വീകരിക്കുന്ന പരിപാടിയൊന്നും നമ്മുടെ മഹല്ലിലില്ല. അങ്ങനെ വല്ല തെറ്റിദ്ധാരണയും ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ തിരുത്തേണ്ടതാണ്. ആർക്കും എങ്കിലും കൊടുക്കാനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ അതിനൊരു അവസരം എന്ന നിലക്ക് മാത്രം നമ്മൾ അതിനെ കണ്ടാൽ മതി. തന്നെയുമല്ല, ഇത് സ്വരൂപിക്കാൻ വേണ്ടി നിൽക്കുന്നത് കൊടുക്കുന്നതിനേക്കാൾ വലിയ വിഷമത്തോടു കൂടിയാണ്. എല്ലാ ആഴ്ചയും ഇത് സ്വരൂപിക്കാൻ വേണ്ടി നിൽക്കണ്ടേ? വലിയ മനപ്രയാസത്തോടു കൂടിയാണ് അതൊക്കെ ചെയ്യുന്നത്. ഏതായിരുന്നാലും അത്യാവശ്യം അത്തരം കാര്യങ്ങൾക്ക് കൊടുക്കാനുള്ള സമ്പത്ത് അല്ലാഹു തആല നൽകിയിട്ടുണ്ടെങ്കിൽ അത് ഉപയോഗിക്കണമെന്ന സന്മനസ്സുള്ളവർ മാത്രം കൊടുക്കുക. അല്ലാതെ പ്രയാസമുള്ള വിഷമുള്ള ആരെയും ഒരു വിധത്തിലുള്ള ഒരു നിർബന്ധവും അത്തരം കാര്യങ്ങൾക്കൊന്നുമില്ല എന്നറിയിക്കുകയാണ്. അല്ലാഹു തആല അവൻ നൽകിയ സമ്പത്ത് അവന്റെ മാർഗത്തിൽ ചെലവാക്കാനുള്ള തൗഫീഖ്, സന്മനസ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദാരിദ്ര്യത്തിൽ നിന്ന് അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുവേ, നീ നൽകിയതിന് ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. നീ നൽകിയതിന് ബർക്കത്ത് ചെയ്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. അല്ലാഹുവേ, കടബാധ്യതകളില്ലാതെ ജീവിച്ച് മരണപ്പെടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. മുസ്ലിമായി ജീവിക്കാൻ, ഈമാനോടുകൂടി മരണപ്പെടാൻ തൗഫീഖ് നൽകണേ റഹ്മാനെ. പല രോഗികളും രോഗം കൊണ്ട് രോഗശമനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. ബന്ധുമിത്രാദികളിൽ രോഗികളുണ്ട്. അല്ലാഹുവേ, നിനക്കറിയാം. ആരോഗ്യം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ശിഫ നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ആരോഗ്യത്തോടു കൂടിയുള്ള ദീർഘായുസ് കൊണ്ട് അനുഗ്രഹിക്കണേ റഹ്മാനെ. ജോലിക്ക് വേണ്ടി ബുദ്ധിമുട്ടുന്നവരുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് പല ആഗ്രഹങ്ങളും ഉള്ളവരുണ്ട്. ഹലാലായ എല്ലാവിധ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരണേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.